നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ പല വിധത്തിൽ ഭാഗ്യം കടാക്ഷിക്കുന്നതാകുന്നു. ചിലർക്കത് ജോലിയുമായി ബിസിനസ്സുമായി ബന്ധപ്പെട്ടാകാം, ചിലർക്കത് ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടുമാകാം. ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ ചിലർക്ക് വന്നു ചേർന്നു എന്ന് വരാം. ഇവിടെ ഓണം ബമ്പർ ലോട്ടറിയുമായി ബന്ധപ്പെട്ട നമ്പറുകളാണ് പരാമർശിക്കാനായി പോകുന്നത്. ഓരോ നക്ഷത്രക്കാർക്കും ഓണം ബമ്പർ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഭാഗ്യം നൽകുന്ന ആ നമ്പറുകൾ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ഈ പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരമാണ്. അതിനാൽ നിങ്ങളുടെ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ, അതായത് കഷ്ടകാല സമയമാണ് എങ്കിൽ ഈ ഫലങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല. ലോട്ടറിയുമായി ബന്ധപ്പെട്ടും ഓരോ നക്ഷത്രക്കാർക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന നമ്പറുകൾ ഇപ്രകാരമാകുന്നു. എപ്രകാരമാണ് ഈ നമ്പറുകൾ കണക്കാക്കേണ്ടത് എന്ന് ആദ്യം മനസ്സിലാക്കാം. ഉദാഹരണത്തിന്, നിങ്ങളുടെ ലോട്ടറിയുടെ നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ 251 കൂട്ടുമ്പോൾ ലഭിച്ചത് എങ്കിൽ 2 + 5 + 1 എന്ന് കൂട്ടുക, അപ്പോൾ 8 കിട്ടുക. ഈ 8 നിങ്ങളുടെ ഭാഗ്യസംഖ്യ എങ്കിൽ നിങ്ങൾക്ക് ആ ലോട്ടറി എടുക്കുകയാണ് എങ്കിൽ ഭാഗ്യം വർദ്ധിക്കും. അതിനാൽ നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഇത്തരത്തിൽ ലോട്ടറി കൂട്ടി നോക്കുക. ആ ഭാഗ്യസംഖ്യ ലഭിക്കുന്നതായ ലോട്ടറി എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് സമ്മാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യത വർദ്ധിക്കും. ഇനി ഓരോ നക്ഷത്രക്കാരുടെയും ആ ഭാഗ്യസംഖ്യ, ലോട്ടറിയുമായി ബന്ധപ്പെട്ട ആ ഭാഗ്യസംഖ്യ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർ ഓണം ബമ്പർ ലോട്ടറി എടുക്കുമ്പോൾ ആ ലോട്ടറിയുടെ നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ 7 എന്ന സംഖ്യ ലഭിക്കുകയാണ് എങ്കിൽ ആ ലോട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ്. സാധ്യതയാണ് പറയുന്നത് എന്ന കാര്യം എല്ലാ നക്ഷത്രക്കാരും ഓർക്കുക. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർ ലോട്ടറി നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ 9 ലഭിക്കുന്നത് എങ്കിൽ ആ ലോട്ടറിയുമായി ബന്ധപ്പെട്ട ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാം. സമ്മാനം ലഭിക്കാനുള്ള സാധ്യത അല്പം കൂടുതലാണ് എന്ന് പറയാം. 9 ഭരണി നക്ഷത്രക്കാർക്ക് ഈ ലോട്ടറിയുമായി ബന്ധപ്പെട്ട അനുകൂലമായ സംഖ്യ. മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരാണ് എങ്കിൽ ലോട്ടറികൾ കൂട്ടി നോക്കുമ്പോൾ 1 എന്ന നമ്പർ അഥവാ ലോട്ടറിയുടെ സംഖ്യകൾ കൂട്ടി നോക്കുമ്പോൾ 1 എന്ന സംഖ്യ ലഭിക്കുകയാണ് എങ്കിൽ ആ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സമ്മാനം ലഭിക്കാനുള്ള സാധ്യത അല്പം കൂടുതലാണ് എന്ന് പറയാം. രോഹിണി നക്ഷത്രക്കാരാണ് എങ്കിൽ ലോട്ടറിയുടെ നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ 2 എന്ന സംഖ്യ വരികയാണ് എങ്കിൽ ഭാഗ്യം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു, അഥവാ സമ്മാനം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മകീരം നക്ഷത്രക്കാരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ ലോട്ടറിയുടെ നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ 9 എന്ന സംഖ്യയാണ് ലഭിക്കുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അല്പം സമ്മാനം ലഭിക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അത്തരത്തിൽ ധനം ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം തുലം കൂടുതലാണ് എന്ന് പറയാം. മറ്റൊരു നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് 4 ലോട്ടറിയുമായി ബന്ധപ്പെട്ട ഭാഗ്യസംഖ്യയായി വരുന്നത്. പുണർന്ന നക്ഷത്രക്കാരാണ് എങ്കിൽ ഭാഗ്യസംഖ്യയായി വരുന്നത്, ലോട്ടറിയുമായി ബന്ധപ്പെട്ട ഭാഗ്യസംഖ്യയായി വരുന്നത് 3 3 എന്ന സംഖ്യ ലോട്ടറി കൂട്ടി നോക്കുമ്പോൾ ആ സംഖ്യ വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സമ്മാനം ലഭിക്കാനുള്ള സാധ്യത അല്പം കൂടുതലാണ് എന്ന് പറയാം. മറ്റു നക്ഷത്രം പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രജാതരുടെ ഭാഗ്യസംഖ്യയായി പരാമർശിക്കുന്നത്, ലോട്ടറിയുമായി ബന്ധപ്പെട്ട ഭാഗ്യസംഖ്യയായി പരാമർശിക്കുന്നത് 8 ലോട്ടറിയുടെ സംഖ്യകൾ കൂട്ടി നോക്കുമ്പോൾ 8 വരുന്നു എങ്കിൽ ആ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, സമ്മാനം ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന് പറയാം. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യം നക്ഷത്രജാതരുടെ ഭാഗ്യസംഖ്യയായി പരാമർശിക്കുന്നത് 5 ലോട്ടറിയുടെ സംഖ്യകൾ കൂട്ടി നോക്കുമ്പോൾ 5 ലഭിക്കുന്നു എങ്കിൽ ആ ലോട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. മകം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി പരാമർശിക്കുന്നത് 7 ലോട്ടറികൾ തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ ഭാഗ്യസംഖ്യ 7 വരുന്നത് എങ്കിൽ തീർച്ചയായും ആ നക്ഷത്രക്കാർക്ക് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ
അല്പം കൂടുതലാണ് എന്ന് പരാമർശിക്കാം. പൂരം നക്ഷത്രക്കാർക്ക് ലോട്ടറിയുമായി ബന്ധപ്പെട്ട ഭാഗ്യസംഖ്യ 9 ആണ്. അതായത് ഓണം ബമ്പർ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് 9 എന്ന സംഖ്യ കൂട്ടി നോക്കുമ്പോൾ വരികയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഉത്തരം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി പരാമർശിക്കുന്നത് 1 ആണ്. ഉത്തര നക്ഷത്രക്കാർ ലോട്ടറിയുടെ സംഖ്യകൾ കൂട്ടി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 1 ആണ് വരുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുവാനുള്ള സാധ്യതകൾ തുലോം കൂടുതലാകുന്നു. മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 2 ആകുന്നു. ലോട്ടറിയുമായി ബന്ധപ്പെട്ട സംഖ്യയാണ് പരാമർശിച്ചത്. നിങ്ങളുടെ ലോട്ടറിയുടെ നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ മേൽ പരാമർശിച്ചതുപോലെ 2 ആണ് വരുന്നത് എങ്കിൽ ഭാഗ്യം വന്നു ചേരുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന് പരാമർശിക്കാം. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസംഖ്യ ലോട്ടറിയുമായി ബന്ധപ്പെട്ട ഭാഗ്യസംഖ്യ 9 ആണ്. അതിനാൽ തന്നെ ഈ സംഖ്യ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം അഥവാ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന് പരാമർശിക്കാം. മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി പരാമർശിക്കുന്നത് 4 ആണ്. അതായത് സംഖ്യകൾ തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ 4 എന്ന ഭാഗ്യസംഖ്യയാണ് വരുന്നത് എങ്കിൽ ആ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ധനം ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാകുന്നു. വിശാഖം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി പരാമർശിക്കുന്നത് 3 ആണ്. ലോട്ടറിയുടെ നമ്പറുകൾ തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ 3 എന്ന സംഖ്യ വരികയാണ് എങ്കിൽ വിശാഖം നക്ഷത്രക്കാർക്ക് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന് പരാമർശിക്കാം. അനിഴം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി പരാമർശിക്കുന്നത് 8 ആകുന്നു. ലോട്ടറിയുടെ നമ്പറുകൾ തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ ഈ നമ്പറാണ് വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരുവാനുള്ള സാധ്യത അല്പം കൂടുതലാകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി പരാമർശിക്കുന്നത് 5 ആണ്. എന്നാൽ മൂലം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി പരാമർശിക്കുന്നത് 7 ആകുന്നു. പൂരാട നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 6 ആണ്. അതായത് ലോട്ടറിയുമായി ബന്ധപ്പെട്ട സംഖ്യകളാണ് പരാമർശിക്കുന്നത്. ഈ സംഖ്യ കൂട്ടുമ്പോൾ അതായത് ലോട്ടറിയുടെ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ ഈ നമ്പർ ലഭിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഉത്രാട നക്ഷത്രക്കാരുടെ ലോട്ടറിയുമായി ബന്ധപ്പെട്ട ഭാഗ്യസംഖ്യ 1 ആണ്. ലോട്ടറികൾ തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ ഈ സംഖ്യ വരുന്നു എങ്കിൽ ഭാഗ്യം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് അല്പം കൂടുതലാണ് എന്ന് പരാമർശിക്കാം. തിരുവോണ നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി പരാമർശിക്കുന്നത് 2 ആണ്. ലോട്ടറിയുമായി ബന്ധപ്പെട്ട സംഖ്യകൾ കൂട്ടി നോക്കുമ്പോൾ 2 എന്ന സംഖ്യ വരികയാണ് എങ്കിൽ നിങ്ങൾക്ക് സമ്മാനം അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന് പരാമർശിക്കാം. അവിട്ടം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 9 ആണ്. ചതയം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ അതായത് ലോട്ടറിയുമായി ബന്ധപ്പെട്ട ഭാഗ്യസംഖ്യ 4 ആകുന്നു. അതായത് ലോട്ടറിയുടെ നമ്പറുകൾ തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ 4 എന്ന സംഖ്യ വരികയാണ് എങ്കിൽ സമ്മാനം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ലോട്ടറിയുമായി ബന്ധപ്പെട്ട ഭാഗ്യസംഖ്യ 3 ആകുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ലോട്ടറിയുമായി ബന്ധപ്പെട്ട ഭാഗ്യസംഖ്യ 8 ആണ്. ഓണം ബമ്പർ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് രേവതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി പരാമർശിക്കുന്നത് 5 ആണ്. ലോട്ടറിയുടെ നമ്പറുകൾ തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ 5 എന്ന സംഖ്യ നിങ്ങൾക്ക് വരികയാണ് എങ്കിൽ ആ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ലാഭം ധനപരമായ ചില നേട്ടങ്ങൾക്കുള്ള സാധ്യത അല്പം കൂടുതലാണ് എന്ന് പരാമർശിക്കാം. ഈ പരാമർശിച്ചിരിക്കുന്നത് എല്ലാം തന്നെ പൊതുഫലപ്രകാരമാണ് എന്ന കാര്യം ഓർക്കുക.